ഞാൻ റെഡ് ബ്ലൂ ആൻഡ് വൈറ്റ് ത്രിഫ്റ്റിംഗ് സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ക്വിക്കായിട്ട് കാണിച്ചു തരാം ത്രിഫ്റ്റ് സ്റ്റോർ എങ്ങനെ ഇരിക്കുമെന്ന്. സോ ഇവിടെ കുറേ സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് മുഴുവനും ക്ലോത്ത്സാണ്, പല ടൈപ്പിൽ ക്ലോത്ത്സ്, പല കളറിൽ. സോ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് പ്ലേസ്. കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട്. ഇതൊക്കെ പിള്ളേരുടെ പാരഡൈസാണ്. പിള്ളേർ മാത്രമല്ല, എല്ലാവരും വന്ന് മേടിക്കും. അവർ പല കളറിൽ സോർട്ട് ചെയ്തിട്ടാണ് അവർ സാധനങ്ങൾ ഇവിടെ വിൽക്കാനിട്ടേക്കുന്നത്. അപ്പോൾ സൈസ് നമ്മൾ നോക്കിയൊക്കെ എടുക്കണം കേട്ടോ. അതൊരു മെനക്കേടാണ് ഈ സൈസ് നോക്കിയെടുക്കുന്നത്. ഇവിടെ നിറയെ ഷൂസും കാര്യങ്ങളും ഒക്കെയാണ്. ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ അത് ആ സൈഡിൽ ബാഗും ഒക്കെ ഉണ്ട്. ബുക്സ്, നല്ല ബുക്സൊക്കെ ഇരിപ്പുണ്ട്. നിറയെ ബുക്സ് ഇരിപ്പുണ്ട്. ഒരു കൂമ്പാരം തന്നെയുണ്ട്. ആ സൈഡിലാണ് വിമൻസ് സെക്ഷൻ. അത് കുറേ ഉണ്ട്. നമ്മളിപ്പം അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ മുമ്പ് ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചാണ്. സോ ഇതാണ് അമേരിക്കയിലെ ത്രിഫ്റ്റ് സ്റ്റോർ. ഇപ്പോൾ ത്രിഫ്റ്റിംഗ് ഭയങ്കര ഒരു ട്രെൻഡിങ് കാര്യങ്ങളാണ്. പിള്ളേരെല്ലാം ഈ സസ്റ്റൈനബിലിറ്റിയും പിന്നെ ഈ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ കളയുന്നതിനൊക്കെ ഇതിനു വേണ്ടി എതിരായിട്ടുണ്ട്. ആക്ച്വലി നോക്ക്, ഈ മിറർ നല്ല നല്ല രസമുണ്ട്. ഈ മിറർ വാള് ഒരു നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് അല്ലേ, തടിയിൽ $8. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കുറേ നമ്മളിപ്പോൾ ചിലതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഡിഫറെൻ്റാണ്. നമ്മൾ കടയിൽ നിന്ന് പുതിയത് മേടിക്കുന്നതിനേക്കാളും ചിലതൊക്കെ യുണീക്കായിട്ടുള്ള സാധനങ്ങളാണ്. അതാണ് ഇവിടെ വന്ന ആളുകൾ മേടിക്കാൻ വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടോ, ഇതെനിക്കൊന്നും ഒരു പഴയ ടൈപ്പ് പണ്ട് ഗ്രാൻഡ് മദേഴ്സിൻ്റെയൊക്കെ വീട്ടിലുള്ള പോലത്തെ എന്തോ ഒരു ഫ്രെയിമാണ്. $5.99.